20 ലോക്സഭാ മണ്ഡലങ്ങൾ, 3 മുന്നണികൾ. ശക്തമായ പോരാട്ടമായിരുന്നു കേരളത്തിൽ ഏപ്രിൽ 26 തീയതി നടന്നത്. ജൂൺ 4 ഫലമറിയും. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആരൊക്കെ ലോക്സഭയിലേക്ക് പോകും എന്നറിയുവാൻ ഇനി ഒരു മാസത്തോളം കാത്തിരിക്കണം. 20-ൽ 20 നേടുമെന്ന ആത്മവിശ്വാസത്തിൽ UDF നിൽക്കുമ്പോൾ LDF ഇന്നലെ പറയുന്നത് 5 മുതൽ 10 വരെ സീറ്റുകളിൽ തങ്ങൾ വിജയിക്കുമെന്നാണ്. ചിഹ്നം കാക്കുവാനും കഴിഞ്ഞ തവണ ഒരു സീറ്റിലേക്ക് അടിതെറ്റി വീണ ഇടതുപക്ഷത്തിന് 2 അതിൽ കൂടുതൽ ലഭിച്ചാലും ജനങ്ങൾക്കിടയിലുള്ള പിന്തുണ വർദ്ധിച്ചു എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ പ്രകാരം 5 മുതൽ 10 വരെ സീറ്റുകളിൽ CPM വിജയിക്കുമെന്നാണ് പറയുന്നത്. CPI ആകട്ടെ മത്സരിച്ച 4 2 വിജയിക്കുമെന്ന്. അതായത് തൃശ്ശൂരിലും മാവേലിക്കരയിലും CPIക്ക് കാര്യമായ മേൽക്കൈയും വിജയവും ഉണ്ടാകുമെന്നാണ് CPIയും അവകാശപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ 7 മുതൽ 10 വരെ സീറ്റുകളിൽ LDF വിജയിക്കുമെന്ന് സാരം. എന്നാൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ അങ്ങനെയൊന്നുമല്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ AK ആന്റണി പറയുന്നത് 16 സീറ്റിൽ നിർബന്ധമായും കോൺഗ്രസ് വിജയിക്കുമെന്നാണ്. ബാക്കി 4 സീറ്റുകളിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. 20-ൽ 20 വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ 20 മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും ചേരുന്ന കമ്മിറ്റി തീരുമാനിച്ചത്. സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിന് ശേഷമായിരുന്നു വടകരയിലെ മുരളീധരനെ തൃശ്ശൂരിലേക്കും തൃശ്ശൂരിലെ TN പ്രതാപനെ മാറ്റുകയും ഒപ്പം പാലക്കാട്ടെ MLA ആയിരുന്ന ഷാഫി പറമ്പലിനെ ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളണമെന്ന ഉദ്ദേശത്തിന് പുറത്ത് വടകരയിലെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നതും. വടകരയിൽ KK ശൈലജ ടീച്ചറിന് എതിരായി മത്സരിക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനിയായ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് എന്ന ബോധ്യമുള്ള കോൺഗ്രസിൻ്റെ കൃത്യമായ കരുനീക്കം തന്നെയായിരുന്നു വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് മുരളീധരനെയും പാലക്കാട് നിന്ന് വടകരയിലേക്ക് ഷാഫി പറമ്പലിനെയും കൊണ്ടുവന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം പോളിംഗിൻ്റെ ശതമാനം കുറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ 6% കുറവാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന പോളിംഗ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 71.16% വോട്ടുകളാണ് സംസ്ഥാനത്തൊട്ടാകെ നടന്നത്. 2019 6% കുറവ്. ശതമാനം കുറഞ്ഞതിൻ്റെ പ്രധാന കാരണം കാര്യമായ ചൂടും വേനലും ഒപ്പം ജനാധിപത്യത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത കുറഞ്ഞതുമൊക്കെയാണ് എന്ന ചർച്ചകൾ കാര്യമായി നടക്കുന്നുണ്ട്. അതുമാത്രമല്ല പലയിടത്തും വൈകിപ്പിച്ചത് ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള കള്ളത്തരമാണെന്ന് ആരോപണം ഉന്നയിക്കുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കടുത്ത അന്വേഷണവും അതിനെ ചൊല്ലി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് 20-ൽ 20 കോൺഗ്രസ് നേടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് ശേഷം അവലോകനങ്ങൾക്കൊടുവിൽ UDF പറയുന്നത് 20-ൽ 16 സീറ്റുകൾ തീർച്ചയായും കോൺഗ്രസ് നേടുമെന്നാണ്. ബാക്കി 4 ഇടങ്ങളിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെയും ചിലപ്പോൾ വിജയിച്ചേക്കാം. അതായത് ഒരു പക്ഷേ 16 അല്ലെങ്കിൽ 18, ചിലപ്പോൾ 20-ൽ 20 നേടിയേക്കാമെന്ന് സാരം. എങ്കിലും ഉറച്ച 16 സീറ്റുകളെപ്പറ്റി UDF പറയുമ്പോൾ അവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം ഏതാണ് ഉറപ്പോടുകൂടി പറയുവാൻ സാധിക്കാത്ത 4 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ AK ആന്റണി ഈ കാര്യം അവലോകനങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു. 16 സീറ്റിൽ തീർച്ചയായും UDF വിജയിക്കുമെന്ന്. 4 സീറ്റുകളിൽ മാത്രമാണ് കടുത്ത പോരാട്ടം നടക്കുന്നതെന്ന്. എന്നാൽ അതിൽ വടകരയടക്കം ശക്തമായ പോരാട്ടം നടന്ന ലോക്സഭാ മണ്ഡലങ്ങൾ വരുന്നുണ്ടോ? പരിശോധിക്കാം. കോൺഗ്രസ് പറയുന്ന ശക്തമായ പോരാട്ടം നടക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങൾ മാവേലിക്കരയും ആറ്റിങ്ങലും തൃശ്ശൂരും കണ്ണൂരുമാണ്. മാവേലിക്കരയിൽ കഴിഞ്ഞ 2 തവണയും അടുപ്പിച്ച് MP ആയി വന്നത് കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു. മാവേലിക്കരയുടെ പ്രത്യേകത 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. പക്ഷേ കൂടുതൽ തവണയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനം സ്വീകരിക്കുന്നത് UDFനെയാണ്. അതിൽ കൊടിക്കുന്നിൽ സുരേഷിനെ കുറച്ച് കാര്യമായി ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സാരം. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും രാഷ്ട്രീയ പാർട്ടിക്കുമെല്ലാം അപ്പുറം കൊടിക്കുന്നിൽ സുരേഷിന് കാര്യമായ ഒരു സ്വീകാര്യതയുണ്ട്.
20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 സംവരണ സീറ്റുകളാണുള്ളത്. ഒന്ന് ആലത്തൂരും മറ്റൊന്ന് മാവേലിക്കരയും. അതിൽ മാവേലിക്കരയിൽ കാലങ്ങളായി മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ പരിചയസമ്പന്നത തന്നെയായിരുന്നു UDF മുൻപോട്ട് വെച്ചത്. പക്ഷേ യുവത്വം കൊണ്ട് അതിനെ വെട്ടാനായിരുന്നു ഇടതുപക്ഷത്തിന്റെ തീരുമാനം. അങ്ങനെ CPIയുടെ സ്ഥാനാർത്ഥിയായി CA അരുൺകുമാർ കളത്തിലിറങ്ങി. ഇടതുപക്ഷ പാളയങ്ങൾ പറയുന്നത് പരിചയസമ്പന്നതയെ വിജയിക്കുവാൻ കഴിയുന്ന യുവത്വമാണ് CA അരുൺകുമാറിൻ്റെതെന്ന്. ഇടതുപക്ഷവും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. CPI പറഞ്ഞ കിട്ടുമെന്ന് ഉറപ്പുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് മാവേലിക്കരയാണ്. കോൺഗ്രസ് ഭയക്കുന്ന മണ്ഡലങ്ങളിലൊന്നും മാവേലിക്കരയാണ്. അതായത് കോൺഗ്രസിനും ഏകദേശം ഉറപ്പാണ് മാവേലിക്കര കൈവിട്ടു പോയേക്കാം എന്ന്. എന്നാൽ കോൺഗ്രസിൻ്റെ ചിലയിടങ്ങളിലും സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും പറയുന്നത് തീർച്ചയായും താൻ വിജയിക്കും എന്ന് തന്നെയാണ്. കോൺഗ്രസിന് ആത്മവിശ്വാസമില്ലാത്ത അടുത്ത ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങലാണ്. ഇടതിൻ്റെ കോട്ടയായ ആറ്റിങ്ങൽ. അപരിചിതനായി അടൂരിൽ നിന്ന് ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ച അടൂർ പ്രകാശിന് അനിരുദ്ധൻ സമ്പത്ത് എന്ന സമ്പത്തിനെ മലർത്തിയടിക്കുവാൻ കാര്യമായ രീതിയിലൊന്നും പ്രവർത്തിക്കേണ്ടി വന്നില്ല. തരംഗത്തിൻ്റെയും ഒപ്പം ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണത്തിൻ്റെ പുറത്തും അദ്ദേഹം വിജയിച്ചു. അതായത് 2019 വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത നേതാവായ അടൂർ പ്രകാശ് 2024 മത്സരിക്കുമ്പോൾ തോറ്റേക്കാം എന്നാണ് കോൺഗ്രസും ഒരുപക്ഷെ പറയുന്നത്. ആറ്റിങ്ങലിലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇടതുപക്ഷം. അതായത് ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസവും കോൺഗ്രസിന് നേരിയ ഭയവുമുള്ള ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് സാരം. ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയായിരുന്ന അടൂർ പ്രകാശ് പക്ഷെ പറഞ്ഞിരുന്നത് കാലങ്ങളായി ആറ്റിങ്ങലിൽ ഏകാധിപത്യത്തിന്റെ സ്വരത്തോടുകൂടി ഭരിച്ചിരുന്ന ഇവിടുത്തെ ഇടതുപക്ഷ MP-മാർ കൊണ്ടുവരാത്ത പല വികസനങ്ങളും താനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് 2009 പോലെ തന്നെ 2024 താൻ വിജയിക്കുമെന്ന് തന്നെ അദ്ദേഹം അടിയുറച്ചു പറയുന്നു. ആദ്യം മുതൽ അദ്ദേഹത്തിനെതിരായി ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനുകളിൽ ഒന്ന് അടൂർ പ്രകാശ് എന്ന UDF സ്ഥാനാർത്ഥിക്ക് തന്നെ ആറ്റിങ്ങിൽ നിന്ന് വിജയിക്കണമെന്നില്ല. കാരണം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് മന്ത്രിയാകുവാനുള്ള കൊതി കൊണ്ട് നടക്കുന്ന സ്ഥാനാർത്ഥിയാണ് അടൂർ പ്രകാശ് എന്നവർ പ്രചരിപ്പിച്ചു. ആ പ്രചരണം കാര്യമായ രീതിയിൽ അദ്ദേഹത്തിന് തിരിച്ചടിയായോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇനി ജൂൺ 4 വരെ കാത്തിരിക്കണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലം തൃശൂർ ലോക്സഭാ മണ്ഡലം. അവിടെ BJPക്ക് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭയും ഒപ്പം സർക്കാർ വിരുദ്ധ വോട്ടുകളും ഒക്കെ ഏകീകരിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന BJPക്ക് താങ്ങായി നിൽക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ. അതേ തൃശൂരിൽ K കരുണാകരന്റെ മകനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ K മുരളീധരൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായി UDFന് നേതൃത്വം നൽകുമ്പോൾ തീർച്ചയായും തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. കാലങ്ങളായി തൃശ്ശൂരിൻ്റെ ഹൃദയഭൂമിയിലെല്ലാം പ്രവർത്തിച്ച് സാധാരണക്കാരായവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ VS സുനിൽകുമാർ മത്സരിക്കുമ്പോൾ അത് ഇടതിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് അവരും ആത്മവിശ്വാസത്തോടുകൂടി കരുതുന്നത്. CPI ഉറപ്പ് പറയുന്ന 2 ലോക്സഭാ മണ്ഡലങ്ങൾ മാവേലിക്കരയും തൃശ്ശൂരും. അതിൽ തൃശ്ശൂരിൽ നിർബന്ധമായും സുനിൽകുമാർ വിജയിക്കുമെന്ന് തന്നെയാണ് CPI പറയുന്നത്. അതേ തൃശ്ശൂരിൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമില്ല. ഒരുപക്ഷെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയേക്കാം എന്നും ചിലയിടങ്ങളിൽ സംസാരമുണ്ട്. പക്ഷേ മുരളീധരൻ പറയുന്നത് 1ാം സ്ഥാനത്ത് തൃശ്ശൂരിൽ താൻ തന്നെ വിജയിച്ചു വരുമെന്നും BJP 2ാം സ്ഥാനത്ത് വന്നാൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുമാണ്. എന്തായാലും തൃശ്ശൂരിൽ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഇടതുപക്ഷം. കാര്യമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതെ നിൽക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ ഇവരെ രണ്ടിനെയും മറികടന്നുകൊണ്ട് അവിടെ ഒരു അട്ടിമറി വിജയത്തിന് സാധ്യതയുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. കോൺഗ്രസിന് ആത്മവിശ്വാസമില്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലം. എന്നാൽ 2024 സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായ കണ്ണൂർ. സാക്ഷാൽ കുമ്പക്കുടി സുധാകരൻ എന്ന K സുധാകരൻ KPCCയുടെ അധ്യക്ഷനായ K സുധാകരൻ മത്സരിക്കുന്ന കണ്ണൂർ. ആ കണ്ണൂർ ഇക്കുറി കോൺഗ്രസിന്റെ കൈവിട്ടു പോകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് സംശയിക്കുന്നത്. ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു കണ്ണൂരിൽ നടന്നത്. കണ്ണൂരിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് MP ജയരാജൻ. അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ BJP വിട്ടു പോകുമെന്ന ആരോപണവും പ്രചരണായുധമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇടതുപക്ഷം. ഏറ്റവും ഒടുവിലാണ് K സുധാകരൻ താൻ ഈ പ്രസ്ഥാനം വിട്ടു പോകില്ല എന്നും തൻ്റെ വീട്ടിൽ വളർത്തുന്ന നായ ഭ്രൂണ പോലും ഈ പാർട്ടി വിട്ടു പോകില്ല എന്നും BJPയിലേക്ക് ചേരില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചത്.
എന്നാൽ അവയൊന്നും കാര്യമായ രീതിയിൽ കണ്ണൂരിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും കണക്കുകൂട്ടൽ. അതായത് ജയിച്ചാൽ പോലും നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമായിരിക്കും കണ്ണൂരിൽ കെ സുധാകരൻ വിജയിക്കുക. ഒരുപക്ഷെ തോറ്റുപോകുവാനും സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. വീട്ടിലെത്തിയുള്ള വോട്ടും പോസ്റ്റലോട്ടും എല്ലാം ചേരുമ്പോൾ 72% വോട്ടിംഗ് നടന്നെങ്കിൽ പോലും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമ്പോഴാണ് കോൺഗ്രസിന് ആത്മവിശ്വാസവും വിജയസാധ്യതയും ഏറുന്നത് എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത്തവണ ഭരണവിരുദ്ധ വികാരവും BJPയോടുള്ള അതൃപ്തിയും ഒപ്പം കോൺഗ്രസ് വരണമെന്ന ആഗ്രഹവും ഇന്ത്യ സഖ്യത്തിന് കരുത്ത് നൽകണമെന്ന ആഗ്രഹവും എല്ലാം കോൺഗ്രസിന് തുണയായി മാറുമെന്നാണ് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശതമാനം കുറഞ്ഞതിൽ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് കോൺഗ്രസും നിൽക്കുന്നത്. കാര്യമായ രീതിയിലുള്ള ആവേശ പ്രചരണങ്ങളൊന്നും 2019 പോലെ 2020 UDF പാളയങ്ങളിൽ നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. താരപ്രചാരകരായി പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ഒക്കെ വന്നുപോയതല്ലാതെ വേണ്ട രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം താഴെത്തട്ടിൽ നടന്നിട്ടില്ല എന്ന് തന്നെ സാരം. ഒപ്പം പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരുടെ മക്കളടക്കമുള്ളവർ BJPയിലേക്ക് പോയതുമെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ട്. വിശ്വാസം ജനത്തിന് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇടതുപക്ഷവും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയായാൽ 20-ൽ 20 നേടുക എന്നുള്ളത് ഒരു ബാലികേറാ മലയായി കോൺഗ്രസിനുണ്ടാകും. പക്ഷേ 16-ൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസ്. 4 ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലും ചിലതൊക്കെ വിജയിച്ചേക്കാം. അങ്ങനെയെങ്കിൽ 18 മുതൽ 20 വരെ സീറ്റുകളിലേക്കും UDF വിജയിച്ചേക്കാം. ഇന്ത്യ സഖ്യമായതുകൊണ്ട് തന്നെ LDF വിജയിച്ചാലും UDF വിജയിച്ചാലും ഇന്ത്യ സഖ്യത്തിന് കരുത്ത് വർദ്ധിക്കുകയുള്ളൂ എന്ന വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായതും തെരഞ്ഞെടുപ്പിനോടുള്ള വിശ്വാസ്യത കുറഞ്ഞതും ഭൂരിപക്ഷം കുറയ്ക്കുകയും UDFന്റെ സീറ്റിൻ്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് ചില ഘടകങ്ങൾ പറയുന്നത്. എന്നാൽ ശക്തമായ പോരാട്ടം നടക്കുവാൻ സാധ്യതയേറെയുള്ള അല്ലെങ്കിൽ പോരാട്ടം നടന്ന വടകരയിലും ആലത്തൂരിലും പാലക്കാടും കാര്യമായ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത്. വടകരയിലെ KK ശൈലജ ടീച്ചറെ മലർത്തിയടിക്കുവാൻ കഴിയുന്ന സംഘടനാ പ്രവർത്തനമാണ് ഷാഫി പറമ്പലിന് വേണ്ടി വടകരയിൽ നടന്നത് എന്ന ആത്മവിശ്വാസത്തിൻ്റെ പുറത്തും വലിയ ജനാവലികൾക്ക് നടുവിലൂടെ രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച നേതാവിനെ പോലെ ഷാഫി പറമ്പൽ കടന്നുപോയതും വടകരയിൽ വിജയം ഉറപ്പാക്കിയിരിക്കുകയാണ് UDF. ആലത്തൂരിൽ വീണ്ടും പാട്ടുപാടി വിജയിക്കും രമ്യ ഹരിദാസ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു കോൺഗ്രസ്. പിടിച്ചെടുത്ത പാലക്കാട്ടിൽ VK ശ്രീകണ്ഠൻ വീണ്ടും MP ആയി വരുമെന്ന് തന്നെയാണ് പ്രാദേശിക തലത്തിലുള്ള റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അതായത് എങ്ങനെ തിരിച്ചും മറിച്ചും കണക്ക് കൂട്ടിയാലും 16 മുതൽ 18 വരെ സീറ്റുകൾ തീർച്ചയായും കോൺഗ്രസിന് കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതിൽ ആത്മവിശ്വാസം കുറവുള്ള 4 മണ്ഡലങ്ങൾ മാവേലിക്കര, ആറ്റിങ്ങൽ, തൃശൂർ, കണ്ണൂർ. അല്ലാത്ത 16 മണ്ഡലങ്ങളും UDF വിജയിക്കുമെന്ന് അവർ തന്നെ പറയുന്നു. EP ജയരാജനെ പോലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാർട്ടി വിട്ടു പോയത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതെല്ലാം അവസാന നിമിഷം കോൺഗ്രസിന് വോട്ടായി മാറിയിട്ടുണ്ടാകും എന്നാണ് അവർ കരുതുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടലുകൾ വ്യക്തമാണ്. 16 ഇടങ്ങളിൽ തീർച്ചയായും വിജയിച്ചു വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് UDF. എന്തായാലും ഫലം വരാൻ ഇനിയും കാത്തിരിക്കണം ഒരു മാസം. കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടലുകളും ആത്മവിശ്വാസവും ശരിയായ ദിശയിലാണോ അല്ലയോ കടന്നുപോയതെന്ന് തിരിച്ചറിയുവാൻ ഇനി കാത്തിരിക്കേണ്ടത് ഒരു മാസം. 3 മുന്നണികളുടെയും കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലുകൾ കഴിയുമ്പോൾ ആരൊക്കെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുത്ത് വണ്ടി കയറുമെന്നറിയുവാൻ ഇനി ഒരു മാസം വരെ കാത്തിരിക്കണം. കാത്തിരിപ്പിനൊടുവിൽ അറിയാം ആരൊക്കെ എവിടെയൊക്കെ കൊടി പാറിക്കുമെന്ന്.